ഹലോ ഗൈസ്, 2-3 ദിവസം മുമ്പ് നമ്മളൊരു ക്ലേ ഉണ്ടാക്കിയായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കേലും? ഓർമ്മയുണ്ടായിരിക്കുമല്ലേ? ആ ക്ലേ വെച്ച് നമ്മൾ ഇന്നൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഡ്രിങ്കിങ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ക്ലേ ആണെങ്കിൽ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ പരത്തുക. ലാസയുടെ പരസ്യമൊന്നുമല്ല കേട്ടോ, അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് വെച്ചാൽ കുപ്പി, കയ്യ്, പിന്നെ കത്രിക ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ ഗൈസ്. പിന്നെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് വരച്ചേ, അത് നമ്മുടെ കത്രികയും കൊണ്ടാണേ. അത് പിന്നെ വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അങ്ങ് മുറിഞ്ഞു പോകും. പിന്നെ ആണെങ്കിൽ അത് വെള്ളം കൊണ്ട് ഇങ്ങനെ അങ്ങ് പരത്തുക കേട്ടോ. അത് നല്ലതായിട്ട് ചെയ്യണം കേട്ടോ. അതാണ് ഇതിനകത്ത് നിർബന്ധമായിട്ടുള്ളത്. അതാണ് ഒരു ഷേപ്പൊക്കെ ആയിട്ടേ വരത്തുള്ളൂ. പിന്നെ ഇങ്ങനെ നീളത്തിലായിട്ട് ഇങ്ങനെ ക്ലേ ഇങ്ങനെ ഉരുട്ടുക, അപ്പോഴും ഇങ്ങനെ വെക്കുക. ആദ്യം ഞാൻ ചെയ്തത് അങ്ങ് ഫ്ലോപ്പായിപ്പോയി. എന്ന് വെച്ചാൽ അത് ഭയങ്കര കനമുള്ളായിരുന്നു. ഇതാണ് കുഞ്ഞ് ഇത്രയും മതിയായിരുന്നു. എൻ്റെ കുഞ്ഞു ഡ്രിങ്കിങ് ഡിഷാണ്. അതിനാണ് ഞാൻ ഇത്രയേ ഉള്ളൂ കുഞ്ഞെടുത്ത്. നിങ്ങളെ കാണിയാൻ കുറച്ച് സൂമാക്കി കേട്ടോ ഞാൻ. പിന്നെ സൈഡൊക്കെ ഞാൻ അങ്ങ് ഒട്ടിച്ചു കൊടുത്തേ. സൈഡൊക്കെ നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലേ അങ്ങ് അത് പൊട്ടി അതങ്ങ് പറഞ്ഞ് അതിനകത്തുനിന്ന് അങ്ങ് വരും. അത് നമ്മൾ ഇതൊക്കെ ഉണങ്ങാനൊക്കെ വെക്കണം. ഇതിനകത്ത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ വ്ളോഗ് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാവേ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇനിയും എന്താണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ബാക്കി കുറച്ചും കൂടെ ക്ലേ ഉണ്ട്. എന്നിട്ട് പിന്നെയും ഞാനിതിട്ട് ഉരുട്ടി പിന്നെയും അത് ഒട്ടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ പിന്നെയും ചെയ്തു. പിന്നെ ഇതങ്ങ് ഒട്ടണ്ടേ, അതിന് വേണ്ടി നമ്മളിത് അതിൻ്റെ താഴത്തെ ആ വശം കൂടി ചേരണം കൊണ്ടാണ് ഞാനിങ്ങനെ കത്രിക വെച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒട്ടിക്കണം. ഇതുപോലത്തെ ഉപകരണം ഇല്ലെങ്കിൽ ഇതിന് വേണ്ടി ആ ഉപകരണമൊന്നും മേടിക്കണ്ട കേട്ടോ. പഴയ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ ചെയ്താൽ മതി കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായി റെഡ് ഹാർട്ട് ഇടുക. അടുത്ത് എന്താ ഉണ്ടാക്കുന്നതും കൂടെ കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.